എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ക്യാഷ് ചേഞ്ച് ചെയ്ത് UPI അപ്ലിക്കേഷൻസ് ആയിട്ടുള്ള ഗൂഗിൾ പേ, ഫോൺ പേ, അതുപോലെ തന്നെ Paytm ഇതിലോട്ടെല്ലാം വിഡ്രോ ചെയ്യാൻ പറ്റിയ പുതിയൊരു അപ്ലിക്കേഷനാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഫ്രീ ആയിട്ട് ഗെയിംസ് പ്ലേ ചെയ്തുകൊണ്ടും അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു ടാസ്ക് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടും ഡെയിലി എമൗണ്ട് ഏൺ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇൻസ്റ്റൻറ്റ് പേയ്മെൻ്റ് ആണ്, ലൈവായിട്ട് ഞാൻ വിഡ്രോ ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ വിഡ്രോ ചെയ്യാൻ പറ്റും. അത്രയ്ക്കും സിമ്പിളായിട്ടുള്ള ഒരു അപ്ലിക്കേഷനാണ്. അപ്പോൾ ഈ ഒരു അപ്ലിക്കേഷനിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടതെന്നും ടാസ്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടതെന്നും ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. ഇനി നമ്മൾ ടെലിഗ്രാം ചാനൽ ആരെങ്കിലും ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ ജോയിൻ ചെയ്യാം കേട്ടോ. ലിമിറ്റഡ് ടൈം ഓഫേഴ്സ് അതുപോലെ തന്നെ ക്യാമ്പയിൻസ് എല്ലാം ടെലിഗ്രാമിലാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഡെയിലി ക്യാമ്പയിൻസ് ഒക്കെ അറ്റൻഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ എമൗണ്ട് ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യാം. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാതെ ക്യാഷ് ഏൺ ചെയ്യാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പം തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം മറക്കാതെ എല്ലാവരും നോട്ടിഫിക്കേഷൻ കൂടി ഒന്ന് ഓൺ ചെയ്ത് വെക്കുക കേട്ടോ. എങ്കിലും ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അതുപോലെ തന്നെ മാക്സിമം ഈ ഒരു വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇന്നത്തെ അപ്ലിക്കേഷൻ നോക്കുന്നതിന് മുമ്പായിട്ട് കഴിഞ്ഞ വീഡിയോയിൽ റിവാർഡ് വാലറ്റ് എന്ന് പറയുന്ന അപ്ലിക്കേഷൻ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഞാൻ ആദ്യം തന്നെ ലൈവായിട്ട് വിഡ്രോ ചെയ്ത് കാണിച്ചു തരാം. സോ ഞാനിവിടെ ആയിട്ട് എൻ്റെ ഗൂഗിൾ പേൻ്റെ QR കോഡ് സ്കാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വാലറ്റിൽ അത് ഏകദേശം 28 രൂപയാണ്. അപ്പോൾ ഞാൻ എമൗണ്ട് എൻ്റർ ചെയ്തു. ഏകദേശം 2800 കോയിൻസ് ആണ് വരുന്നത്. അതിനുശേഷം പേ നൗ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തു. പിന്നെ നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു UPI കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ യെസ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും നമ്മളെ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ സക്സസ് ആയിട്ടുണ്ട്. ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നമുക്ക് പേയ്മെൻറ്റ് റിസീവ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ പേയ്മെന്റ് പ്രൂഫ് ഞാൻ സ്ക്രീനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഡേറ്റും ടൈമും ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു അപ്ലിക്കേഷന്റെ ഡീറ്റെയിൽ വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സോ ഇനി നമുക്ക് ഇന്നത്തെ അപ്ലിക്കേഷൻ നോക്കാം. അപ്പോൾ ആ ഒരു അപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു അപ്ലിക്കേഷനാണ്. ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ വരുന്നതായിരിക്കും. റെഫർ കോഡ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നോക്കി മസ്റ്റായിട്ട് റെഫർ കോഡ് എൻ്റർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് സൈൻ അപ്പ് ബോണസ് ലഭിക്കുന്നതായിരിക്കും. ഇനി അതുപോലെ തന്നെ ചെറിയൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് സൈൻ ഇൻ വിത്ത് ഗൂഗിൾ എന്നിട്ട് കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങളെ മെയിൽ ID സെലക്ട് ചെയ്ത് കൊടുക്കുക. അന്നേരം ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് സൈൻ അപ്പ് ബോണസിൻ്റെ ഭാഗമായിട്ട് 150 കോയിൻസ് ആണ് കിട്ടിയിട്ടുള്ളത്. ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട്. വീഡിയോസ് വാച്ച് ചെയ്തുകൊണ്ടും അതുപോലെ തന്നെ കുഞ്ഞ് ഗെയിംസ് പ്ലേ ചെയ്തുകൊണ്ടും നമുക്ക് നല്ല രീതിയിൽ തന്നെ കോയിൻസ് ഏൺ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. ഇത് മാത്രമല്ല വേറെയും ഏണിംഗ് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള ഓപ്ഷൻസ് നമുക്ക് അൺലോക്ക് ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഒരു ടാസ്കെങ്കിലും നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ഏത് ടാസ്ക്കാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ലൈവായിട്ട് ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആപ്ലിക്കേഷൻ്റെ ഹോമിൽ മിഡിലായിട്ട് കാണാൻ പറ്റുന്നുണ്ടാവും പ്രോ ഓഫേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു സർക്കിളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരുപാട് ടാസ്ക് ഓഫർ വരുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുന്ന ഒരു ടാസ്ക്കാണ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. വളരെ സിമ്പിളാണ്. ഏറ്റവും മുകളിൽ കാണാൻ പറ്റുന്നുണ്ടാവും ചാറ്റ് വിത്ത് AI എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ മുമ്പ് നിങ്ങൾ ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊരു ട്രിക്ക് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം തന്നെ രജിസ്റ്റർ ചെയ്തവരാണെങ്കിൽ ഈ ഒരു താഴെ കൊടുത്തുള്ള രജിസ്ട്രേഷൻ എന്നുള്ള ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ വെബ്സൈറ്റ് ഓപ്പൺ ആയിട്ട് വരുന്നതായിരിക്കും. ഇതിൽ മുമ്പ് രജിസ്റ്റർ ചെയ്തവരാണ് ഞാൻ പറയുന്ന സ്റ്റെപ്പ് ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ മുകളിലായിട്ട് ഒരു 3 ഡോട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് താഴെയായിട്ട് സെറ്റിംഗ്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റുന്നതായിരിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഏറ്റവും താഴേക്ക് സ്ക്രോൾ ചെയ്യാൻ നേരം ഇതുപോലെ ലോഗ് ഔട്ട് എന്ന് പറഞ്ഞിട്ട് കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതിലോട്ട് നമുക്ക് ലോഗിൻ ചെയ്യാനുള്ള പേജ് വരുന്നതായിരിക്കും. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നമ്മളെ ഫോണിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഗൂഗിൾ എന്ന് പറഞ്ഞിട്ട് കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ആഡ്സിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ആഡ്സ് എന്ന് പറഞ്ഞിട്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിനു ശേഷം ഏറ്റവും മുകളിലായിട്ട് റീസെറ്റ് അഡ്വർടൈസിങ് ID എന്ന് പറഞ്ഞിട്ട് കാണാം. അവിടെ ഇതുപോലെ ക്ലിക്ക് ചെയ്തിട്ട് കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇതുപോലൊരു 3-4 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുക കേട്ടോ. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് 2 പ്രാവശ്യമെങ്കിലും ഫ്ലൈറ്റ് മോഡ് ഓൺ ചെയ്ത് ഓഫ് ചെയ്യുക. അപ്പോൾ ഞാൻ സ്ക്രീനിൽ ചെയ്യുന്ന പോലെ കറക്റ്റായിട്ട് തന്നെ നിങ്ങൾ ചെയ്യുക. എന്നിട്ട് തിരിച്ച് നമ്മൾ മെയിൻ ആപ്ലിക്കേഷനിലോട്ട് വരാം. ആ ഒരു ടാസ്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ആദ്യം ചെയ്തതുപോലെ തന്നെ താഴെ കൊടുത്തിട്ടുള്ള രജിസ്ട്രേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ആയിട്ട് വരുന്നതായിരിക്കും. ഇനി ഇവിടെ ആയിട്ട് ഗൂഗിൾ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യാൻ നേരം നമ്മളുടെ മൊബൈലിലുള്ള ആ ഒരു ഇമെയിൽ ID കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ മുമ്പ് രജിസ്റ്റർ ചെയ്ത ഇമെയിൽ ID നിങ്ങൾ സെലക്ട് ചെയ്യരുത്. അല്ലാതെ പുതിയൊരു മെയിൽ ID വെച്ച് സൈൻ അപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിനുശേഷം വെബ്സൈറ്റ് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ഇനി ഇവിടെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അത് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഇതിൽ മുമ്പ് രജിസ്റ്റർ ചെയ്തവരാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ആ ഒരു സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യേണ്ടത്. എല്ലാത്തവരും ജസ്റ്റ് ഇതിൻ്റെ അകത്ത് ജസ്റ്റ് മെയിൽ ID കൊടുത്ത് സൈൻ അപ്പ് ചെയ്താൽ മതി. ഇനി എല്ലാവരും ചെയ്യേണ്ടത് താഴെയായിട്ട് ആസ്ക് മീ എനിത്തിങ് എന്ന് പറഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ചെയ്യേണ്ടത് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ എൻ്റർ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൗ ടു ഏൺ മണി ഇൻ ഓൺലൈൻ എന്നാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻ എൻ്റർ ചെയ്തിട്ട് റൈറ്റ് സൈഡിൽ സെൻഡ് ചെയ്യാനുള്ള ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നതായിരിക്കും. ഇനി ചെയ്യേണ്ടത് 2 മിനിറ്റ് നേരം ഇവിടെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ സ്ക്രീൻ ഓഫ് ആവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 മിനിറ്റ് നേരം വെയിറ്റ് ചെയ്തപ്പോൾ കറക്റ്റായിട്ട് ആ ഒരു കോയിൻസ് നമ്മളെ വാലറ്റിൽ ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും ആ ഒരു കോയിൻസ് കിട്ടുന്നതായിരിക്കും കേട്ടോ. ഇനി നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന ടൈമിൽ ആ ഒരു ടാസ്ക് കണ്ടില്ല എന്നുണ്ടെങ്കിൽ വേറെ ഇഷ്ടംപോലെ ടാസ്ക് ഓഫർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും 800 കോയിൻസ് കിട്ടുന്ന ടാസ്ക് ഉണ്ട്. അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 8 രൂപയാണ്. അപ്പോൾ ഇതുപോലെ സിമ്പിൾ ആയിട്ടുള്ള ഒരുപാട് ടാസ്ക് ഓഫർ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക.
അപ്പോൾ ചെയ്യേണ്ടത് ഓരോ ടാസ്കിനും അതിൻ്റെ സ്റ്റെപ്സ് ഉണ്ട്, അത് കറക്റ്റായിട്ട് തന്നെ ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്താലേ നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ അൺലോക്ക് ആയിട്ട് വരുള്ളൂ, അതായത് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ ഒരു ടാസ്ക് നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് തന്നെ റിവാർഡ്സ് എന്നുള്ള ഈ ഒരു സെക്ഷനിൽ ടാസ്കുകളെല്ലാം അൺലോക്ക് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ ഡെയിലി ലോഗിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കുറച്ച് കോയിൻസ് കിട്ടുന്നുണ്ട്, അത് ആദ്യം തന്നെ ക്ലെയിം ചെയ്യാം. ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും ഡെയിലി ലോഗിൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആദ്യത്തെ ദിവസം നമുക്ക് കിട്ടുന്നത് 5 കോയിൻസ് ആണ്, പിന്നെ രണ്ടാമത്തെ ദിവസം 10 കോയിൻസ്, മൂന്നാമത്തെ ദിവസം 15 കോയിൻസ്, അങ്ങനെ 15ാമത്തെ ദിവസം 100 കോയിൻസ് വരെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ക്ലെയിം ചെയ്യുക. ഇനി ഇവിടെ ആയിട്ട് വേർഡ് സീക്വൻസിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചെയ്യേണ്ടത് അസെൻഡിങ് ഓർഡറിൽ ഇവിടെ കൊടുത്തിട്ടുള്ള വേർഡ്സ് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഡെയിലി നമുക്ക് 10 പ്രാവശ്യമാണ് ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. 10 പോയിന്റ്സ് ആണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ ടൈമർ ഉണ്ട്. ഈ ഒരു ടൈമറിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണം, എങ്കിലേ നമുക്ക് കോയിൻസ് കിട്ടുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക, സിമ്പിളാണ്. ഇനി അടുത്തതായിട്ട് റൈറ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കാണാം. അപ്പോൾ ഇവിടെ ആയിട്ട് കുറച്ച് ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇതേ സെയിം തന്നെ താഴെയായിട്ട് എൻട്രി ചെയ്തിട്ട് ക്ലെയിം റിവാർഡ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് 10 കോയിൻസ് കിട്ടുന്നതായിരിക്കും കേട്ടോ. ഡെയിലി 10 പ്രാവശ്യം തന്നെയാണ് ഈ ഒരു ടാസ്ക് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇനി താഴെ നോക്കുവാണെങ്കിൽ ഒരുപാട് ഗെയിംസ് കാണാൻ പറ്റുന്നുണ്ടാവും. ഇവിടെ ഒരു ഗെയിം കൊടുത്തിട്ടുണ്ട്, സേവ് ദി ബേർഡ് എന്ന് പറഞ്ഞിട്ട്. സോ ഇതിൽ നമ്മൾ വിൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് 20 കോയിൻസ് ആണ്. ഡെയിലി 3 അറ്റംപ്റ്റ് ആണ് വരുന്നത് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക, സിമ്പിളായിട്ടുള്ള ഗെയിമാണ്. അതുപോലെ തന്നെ ഹെവി ഗൺ എന്ന് പറഞ്ഞിട്ട് ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ട്. ടാസ്ക് എല്ലാം ഗെയിം തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കൊടുത്തുള്ള ഗെയിംസ് ഒക്കെ ഇൻട്രസ്റ്റിംഗ് ആണ്. നിങ്ങൾ ചുമ്മാ ഇരിക്കുന്ന ടൈമിൽ കംപ്ലീറ്റ് ചെയ്യുക, അതിനനുസരിച്ചുള്ള കോയിൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. ഇനി അതുപോലെ തന്നെ ബലൂൺ പോപ്പർ എന്ന് പറഞ്ഞിട്ട് കാണാം. ബലൂൺ പൊട്ടിക്കുന്ന ഒരു ഗെയിമാണ് ഇവിടെ വരുന്നത്. നമുക്ക് ഇതിൽ വിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ 20 കോയിൻസ് തന്നെയാണ് കിട്ടുന്നത്. ഇനി അതുപോലെ തന്നെ ആഡ്സ് വാച്ച് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കോയിൻസ് ചേഞ്ച് ചെയ്യാൻ പറ്റും, അതിനായിട്ട് ഒരു സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ആൽഫബറ്റൈസിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗെയിം കൊടുത്തിട്ടുണ്ട്. ഇവിടെ വരുന്നത് ABCD കറക്റ്റ് ആ ഒരു ഓർഡറിൽ തന്നെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക, അതാണ് വരുന്നത്. അപ്പോൾ അത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്പർ സോർട്ടിംഗ് എന്ന് പറഞ്ഞിട്ട് ഗെയിം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇൻട്രസ്റ്റിംഗ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ള ഗെയിംസും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾ മാക്സിമം കംപ്ലീറ്റ് ചെയ്യുക. ഇനി അടുത്തതായിട്ട് ആപ്ലിക്കേഷൻ്റെ ഹോമിൽ തന്നെ ഏറ്റവും സിമ്പിളായിട്ട് കോയിൻസ് ചേഞ്ച് ചെയ്യാൻ പറ്റിയൊരു സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും അറിയായിരിക്കും പ്ലേ ടൈം ഗെയിംസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് ആപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്ത് വെച്ചുകൊണ്ട് കോയിൻസ് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ പ്ലേ ടൈം എന്നുള്ള ഒരു ബാനറിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യാൻ നേരം ഇതുപോലെ വരും. അക്സെപ്റ്റ് ക്ലിക്ക് ചെയ്യുക, ആക്റ്റീവ് നോ കൊടുക്കുക, എന്നിട്ട് പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ള ടാസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം 10 രൂപയ്ക്ക് അടുത്തുള്ള ഒരു ടാസ്ക്കാണ്. അപ്പോൾ ഇത് നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് വെച്ചാൽ മാത്രം മതി. ഓരോ മിനിറ്റിനും നമുക്ക് കിട്ടുന്നത് 16 കോയിൻസ് ആണ് കേട്ടോ. അപ്പോൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലേ നൗ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക, റീഡയറക്റ്റ് ആയിട്ട് പ്ലേ സ്റ്റോറിലേക്ക് വരുന്നതായിരിക്കും. സോ ഇവിടെ നിന്ന് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഏകദേശം 130 MB വരുന്നുണ്ട്. അപ്പോൾ ചെറിയ MBയുടെ ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുക. ഓരോ ടാസ്ക് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുമ്പോഴും പുതിയ ടാസ്കും കാര്യങ്ങളൊക്കെ അവർ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക, ട്രാക്കിംഗ് ആവാൻ വേണ്ടിയിട്ട്. എന്നിട്ട് തിരിച്ച് നമ്മൾ മെയിൻ ആപ്ലിക്കേഷനിലോട്ട് വന്നിട്ട് പ്ലേ ടൈമിൻ്റെ ആ ഒരു സെക്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് മുകളിലായിട്ട് റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട് മൈ ഗെയിംസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ ഇവിടെ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും പ്ലേ നൗ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് വെക്കുക കേട്ടോ. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ട് വരുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് ഓപ്പൺ ചെയ്ത് വെച്ചാൽ മാത്രം മതി. രജിസ്റ്റർ ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിൻ്റെ സ്ക്രീൻ ടൈം കൂട്ടി വയ്ക്കുക, എന്നിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് വയ്ക്കുക. അപ്പോൾ അതിനനുസരിച്ച് കോയിൻസിലേക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഇടയിൽ വേറെ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്യാം. നമ്മൾ ഓപ്പൺ ചെയ്ത് വെക്കുന്നതിനനുസരിച്ചിട്ട് കോയിൻസ് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഞാൻ ഓപ്പൺ ചെയ്ത് വെച്ചപ്പോൾ എനിക്ക് കിട്ടിയത് 51 കോയിൻസ് ആണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഫുള്ളായിട്ട് തന്നെ ആ ഒരു കോയിൻസ് ക്ലെയിം ചെയ്യാൻ പറ്റുന്നതായിരിക്കും. 1009 കോയിൻസിൽ 67 കോയിൻസ് ഞാനിവിടെ ക്ലെയിം ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീണ്ടും പ്ലേ നൗ ക്ലിക്ക് ചെയ്യുക, ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് ഫുള്ളായി തന്നെ ആ ഒരു കോയിൻസ് ക്ലെയിം ചെയ്യാൻ പറ്റുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്തപ്പോൾ പുതിയ ഒരുപാട് ടാസ്ക് അവർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് സിമ്പിളായി തന്നെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ മാക്സിമം നിങ്ങൾ ആ ഒരു പ്ലേ ടൈമിൻ്റെ സെക്ഷൻ യൂട്ടിലൈസ് ചെയ്യുക, നല്ലൊരു കോയിൻസ് നെയിം ചെയ്ത് വിഡ്രോ ചെയ്യുക. ഇനി അടുത്തൊരു ഏണിങ്സ് വരുന്നതാണ് ഫ്രണ്ട്സിനെ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരാളെ റെഫർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 100 കോയിൻസ് ആണ്. അപ്പോൾ നിങ്ങൾ റെഫർ ചെയ്യുന്നവരോട് മസ്റ്റായിട്ട് നിങ്ങൾ റെഫർ കോഡ് എൻ്റർ ചെയ്യാനായിട്ട് പറയുക. അവർ ജസ്റ്റ് ഒന്ന് സൈനപ്പ് ചെയ്താൽ മാത്രം മതി, ആ ഒരു സ്പോട്ടിൽ 100 കോയിൻസ് നമുക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിവിടെ ലൈവായിട്ട് നിങ്ങൾക്ക് വിഡ്രോ ചെയ്ത് കാണിച്ച് തരാൻ വേണ്ടിയിട്ട് ഒരാളെ റെഫർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 602 കോയിൻസ് ആയിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ വാലറ്റിൽ. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മുകളിലായിട്ട് സ്കാൻ ചെയ്യാൻ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ UPI ആപ്ലിക്കേഷൻസ് ആയിട്ടുള്ള ഫോൺ പേ അല്ലെങ്കിൽ ഗൂഗിൾ പേ, Paytm ഇതിൻ്റെയൊക്കെ QR കോഡ് നിങ്ങൾക്ക് ഇവിടുന്ന് സ്കാൻ ചെയ്തിട്ട് ഡയറക്റ്റ് വിഡ്രോ ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. അല്ലെങ്കിൽ UPI എൻ്റർ ചെയ്തിട്ടും നമുക്ക് വിഡ്രോ ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ അതിനായിട്ട് ആപ്ലിക്കേഷൻ്റെ ഹോമിൽ ഏറ്റവും മുകളിലായിട്ട് വിഡ്രോ എന്ന് പറഞ്ഞൊരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഫസ്റ്റ് തന്നെ കാണാൻ പറ്റുന്നുണ്ടാവും UPIയുടെ ആ ഒരു ഐക്കൺ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ മിനിമം റെഡീമായിട്ട് വരുന്നത് വെറും 5 രൂപ മാത്രമേ ഉള്ളൂ. 600 കോയിൻസായ 5 രൂപ വിഡ്രോ ചെയ്യാം.
അതുപോലെ തന്നെ 1050 കോയിൻസിന് 10 രൂപ, 2000 കോയിൻസ് ഉണ്ടെങ്കിൽ 20 രൂപ വിഡ്രോ ചെയ്യാം, 5000 കോയിൻസിന് 50 രൂപ, 10000 കോയിൻസിന് 100 രൂപ. അപ്പോൾ നിങ്ങൾ എത്ര എമൗണ്ട് വിഡ്രോ ചെയ്താലും നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ പേയ്മെൻറ്റ് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിവിടെ ആയിട്ട് എൻ്റെ ഗൂഗിൾ പേൻ്റെ UPI ID എൻ്റർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം റെഡീം എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുവാണ്. ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നമുക്ക് ആ ഒരു പേയ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റുന്നുണ്ടാവും നമ്മളെ വിഡ്രോൾ കാര്യങ്ങളൊക്കെ സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ സ്ക്രീനിൻ്റെ സൈഡിൽ ഞാൻ പ്രൂഫ് കൊടുക്കാം. നിങ്ങൾക്ക് ഡേറ്റും ടൈമും ചെക്ക് ചെയ്യാവുന്നതാണ്. ഇൻസ്റ്റൻറ്റ് പേയ്മെൻറ്റ് ആണ്. അപ്പോൾ ഇത്രയും കോയിൻസ് ഞാൻ ഏൺ ചെയ്തത് ജസ്റ്റ് ഈ ഒരു വീഡിയോ ഒന്ന് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ നിങ്ങൾ കുറച്ചധികം ടൈം ഈ ഒരു ആപ്ലിക്കേഷനിൽ വർക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു കോയിൻസ് ഏൺ ചെയ്ത് വിഡ്രോ ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ മാക്സിമം നിങ്ങൾ യൂസ് ചെയ്യുക, നല്ലൊരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി ഇനിയും കാണാം.